സൂപ്പർ മാജിക് കാണിച്ചു തരാം. കുട്ടികളെ, രുദ്ര എവിടെയാണ്? അറിയില്ല മുത്തശ്ശ, ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുന്നത്. അത് ശരി, അവൻ വന്നാലുടനെ എന്നെ വന്ന് കാണാൻ പറയണം. എനിക്കല്പം ജോലികളുടെ, ഞാൻ മേളിലുണ്ടാവും. എന്തുപറ്റി? അവരിപ്പോ വലിയ പ്രശ്നത്തിലാണ്. സമയം വളരെ കുറവാണ്. നീ വന്നേ പറ്റൂ. ജോക്കർ, ജോക്കർ. മൈര, എന്താ ഇത്? നിന്റെ ഈ മാജിക് കാരണം ലോകം മൊത്തം ഭൂകമ്പം ഉണ്ടാവാണല്ലോ. കുട്ടികള് ആദ്യമൊക്കെ നിന്റെ മാജിക് എന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ ലോകത്ത് തന്നെ ടാർഗറ്റ് ചെയ്തെന്ന് തോന്നുന്നത്. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. പെട്ടെന്ന് ഒരു ഭൂകമ്പം. മുത്തശ്ശ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്ന? എല്ലാരും പറഞ്ഞോളൂ, ആരും തറയിൽ നിൽക്കണ്ട. എന്ത് പറ്റി മോളെ? ഈ യുവ്രന ആരാ? അവൾ എന്റെ മോളെ പോലെയാണ്. ഭൂമിക്കടിയിലുള്ള പാതാളത്തിൽ ലാൻഡ് ഓഫ് നോവേറിലാണ് അവൾ താമസിക്കുന്നത്. അവൾ അവളുടെ ഭർത്താവ് യുവരാജും എർത്ത് പ്രൊട്ടക്ടറാണ്. താഴെ ഇരുന്നുകൊണ്ട് അവര് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. യുവരിന, ഞാനിതാ വരുന്നു മോളെ. മുത്തശ്ശ, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ തനിച്ച് പറഞ്ഞേക്കാൻ പറ്റില്ല. ഞാനും മുത്തശ്ശന്റെ ഒപ്പം വരാം. അത് വേണ്ട രുദ്ര. ഡോണ്ട് വരി മുത്തശ്ശ, നമുക്ക് ഒന്നിച്ച് തന്നെ പോകാം. എങ്കിൽ ശരി. രുദ്ര എവിടേക്ക് പോകുന്നു? അവിടേക്ക് നമ്മളും പോകും. 4 5. കുട്ടികളെ, ഗ്രൗണ്ടിന് മേളിൽ കൂടി പാന്നോളൂ.
വൗ! ഇത് ഏതാ സ്ഥലം? അതിമനോഹരമായിരിക്കുന്നു. രക്ഷപ്പെട്ടു. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് യുവരാജിന്റെ യുവരയുടെയും കൊട്ടാരം. കുട്ടികളെ വളരെ സൂക്ഷിച്ചിരിക്കണം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് എന്താ അപകടം സംഭവിക്കുന്ന പറയുന്ന മുത്തശ്ശ? അതെ മുത്തശ്ശ, നന്മ ചെയ്താ നന്മ വരും. ആ ലാവ ലേക്കിനെക്കാളും ഈ സ്ഥലം വളരെ ബെറ്റർ അല്ലേ? ഞാനിപ്പോ വളരെ സേഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓ ഓ ഓ ഓ ഓ ഓ ചേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നത്? ഇത്ര ഭംഗിയുള്ള ഒരു ഡ്രാഗൺ ഫ്ലൈനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഓ ആ, ഞാൻ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിലേ ചിങ്കിളി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും വിശ്വസിക്കില്ലെന്നേ. ആ, ഇത് കൊള്ളാലോ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പ്രിൻസസ് യുവറീന, നിനക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്? യുവരാജ്, യുവരാജ്. മുത്തശ്ശ, ആരെങ്കിലും കണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നത് കുറെ കാലമായിട്ട് കൊട്ടാരത്തിൽ ആരും താമസിക്കുന്നില്ലെന്നാ തോന്നുന്നത്. ഇവിടെ മൊത്തം പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെയുള്ളവരെല്ലാരും എങ്ങോട്ടാ പോയത്? ഇത്രയ്ക്കും മനോഹരമായ ദർബാർ ആളിലത് എന്താ എംടി ആയി കിടക്കുന്നത്? ഞാൻ ഇതുവരെ ഒരു സിംഹാസനത്തും ഇരുന്നിട്ടില്ല. എന്തായാലും ഇന്നൊന്ന് ഇരുന്ന് നോക്കാം. അവിടെ നിൽക്ക്. സ്ട്രേഞ്ച്. സിംഹാസനം എങ്ങനെയാണ് ഇങ്ങനെ ചൂടായി പോയത്? ഓ ഓ ഓ രുദ്ര, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കും തോറും ഈ ദർബാറിൽ പ്രകാശം കൂടി കൂടി വരുന്നു. രുദ്ര, അവിടെ നോക്ക്.
എന്റെ പോർട്രേറ്റ് മുത്തശ്ശ, പാതാള ലോകത്തെ കൊട്ടാരത്തിൽ എന്റെ പോർട്രേറ്റ് എങ്ങനെയാ വന്നത്? രുദ്ര, അതൊരു രഹസ്യമാണ് മോനെ. അത് നീ വളർന്ന് വലുതായി കഴിഞ്ഞ ശേഷം പറയാമെന്ന് കരുതിയിരുന്നായിരുന്നു. എനിക്കിപ്പോ അത് നിന്നോട് പറഞ്ഞേ പറ്റൂ. യുവരാജ് എന്റെ മകനാണ്, പിന്നെ യുവരിനായി എന്റെ മരുമകളാണ്. അവർ നിന്റെ അച്ഛനും അമ്മയും. അത് വളരെ പണ്ട് സംഭവിച്ചാണ്. അന്ന് നിനക്ക് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. യുവരാജ്, യുവരീന, യുവരാജ്, യുവരീന, വേഗം! വോൾക്കാനോ ബ്ലാസ്റ്റ് ആവുകയാണ്. പിന്നെ ലാൻഡ് ഓഫ് നോവേറിൽ നിന്ന് ലൂസിഫറിന്റെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞു. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. എന്ത്? ലൂസിഫർ വരുന്നെന്നോ? ഇല്ല അച്ഛാ, രുദ്രയെ നോക്കിക്കോളൂ. ഞാൻ ചെന്ന് അവനെ തടഞ്ഞു നിർത്താം. ജയസിംഗ് സാറേ, ലൂസിഫർ ഭയങ്കര അപകടകാരിയാണ്. അവനോടൊപ്പം ഒരുപാട് പേരുണ്ട്. നിങ്ങളും കൂടെ പോയാൽ കൊള്ളാമായിരുന്നു. യുവരാജാവിന് തീർച്ചയായും നിങ്ങളുടെ സഹായം ആവശ്യം വരും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. റിങ്കില, നീ രുദ്രനെ നോക്കിയോളൂ. ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും. ആരും അകത്ത് കയറാൻ പാടില്ല. വരൂ, പോകാം. എന്റെ പേര് കേട്ടാൽ പേടി പോലും പേടിച്ചു വിറയ്ക്കും. അതാണ് ഞാൻ. എന്റെ പേരാണ് ലൂസിഫർ. ലൂസിഫർ അല്ല, നിന്റെ പേര് ചീട്ടെന്ന് വേണം പറയാൻ. മുത്തശ്ശനെ പറ്റിച്ച് പറഞ്ഞയച്ചിട്ട് നീ ഇപ്പൊ കൊട്ടാരത്തിൽ കയറി ഇരിക്കുകയാണല്ലേ? ഞങ്ങളുടെ രുദ്രയെ വിട്ടേക്ക്. തീർച്ചയായിട്ടും വിട്ടേക്കാം, പക്ഷെ ഇവിടെയല്ല. രുദ്ര, രുദ്ര, രുദ്ര. യുവരാജ്, സൂക്ഷിച്ച്.
ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണെന്ന് തോന്നുന്നു. ലൂസിഫറിന്റെ പേര് നിങ്ങൾ കേട്ട് കാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. എന്റെ പേര് ലൂസിയാന. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. യുവരാജ്, യുവരീന, നിങ്ങൾ രണ്ടുപേരെയും എർത്ത് പ്രൊട്ടക്ടർ എന്ന ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണം എർത്തിന്റെ ശരിക്കുള്ള റാണി എന്റെ സഹോദരി ലൂസിയാനയാണ്. പിന്നെ എന്റെ സഹോദരൻ ലൂസിഫർ ആയിരിക്കും. ഇന്റലിജൻസ്, പകലിൽ ഇങ്ങനെ സ്വപ്നം കാണുന്നത് നിർത്ത്. ഞങ്ങൾ രണ്ടാളും എർത്ത് പ്രൊട്ടക്ടേഴ്സ് ആണ്. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കും. എർത്തിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ കാണാൻ കണ്ണുകൾ ഉണ്ടാവില്ല, കുത്തി പൊട്ടിക്കും ഞാൻ. ഞാൻ വിചാരിച്ചാൽ ഏത് സ്ഥലവും എന്റെ സാമ്രാജ്യമാക്കി മാറ്റും. I am the one and only Queen Louisiana. എനിക്ക് എന്താ പറ്റിയത്? എന്റെ ശക്തികൾ മൊത്തം എന്റെ കൈവിട്ട് പോകുന്ന തോന്നുന്നു. എന്റെ പവറും തീർന്നു പോയ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു രഹസ്യം അറിയില്ലെന്ന് മനസ്സിലായി. ഞാൻ മറ്റുള്ളവരുടെ മാജിക്കൽ പവേഴ്സ് എന്നിലേക്ക് വലിച്ചെടുത്ത് അവരെ പവർലെസ് ആക്കി മാറ്റുന്നവളാണ്. This is your end, Earth Protectors! യുവരാജ്, യുവരീന, ലൂസിയാന, ഇവരെ നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആദ്യം നീ എന്നെ തോൽപ്പിക്കണം. ഇന്റലിജൻസ്! ജയ്സിംഗ്, ഒരു പക്ഷെ എന്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഇവിടുന്ന് രക്ഷപ്പെടില്ല. ഓർത്തു വെച്ചോ, ഒറ്റ ഒരുത്തനും രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഞങ്ങൾ സുഖമാണ് അച്ഛാ. ജയ്സിംഗ് ചൗഹാൻ, എന്റെ പേര് കേട്ടാൽ പേടി പോലും പേടിക്കും. അതാണ് ഞാൻ. എന്റെ പേരാണ് ലൂസിഫർ. അവിടെ നിൽക്ക് ലൂസിഫർ. അമ്മേ, ഞാൻ വന്നു അമ്മേ. ഞാൻ എല്ലാം പഴയതുപോലെ മാറ്റും. തീർച്ചയായിട്ടും ഞാൻ മാറ്റിയിരിക്കും. ഐ പ്രോമിസ് യു. പക്ഷെ അമ്മ എങ്ങനെയാണ് സ്റ്റാച്ചു ആയത്? നീ വിഷമിക്കാതെ രുദ്ര. ഇവരെനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇവരെനിക്കറിയാം അവളെ രക്ഷിക്കാൻ നമ്മൾ എത്തുമെന്ന്. ദേ, നീ ഇത് കണ്ടില്ലേ? അവൾ നമ്മൾക്ക് വഴി കാണിച്ചു തരികയാണ്. നമ്മളിപ്പോൾ പോകേണ്ടത് ആ ദിക്കിലേക്കാണ്. ആ
അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. ഹാ. കിങ് ലൂസിഫർ, ജയസിംഗ് ചൗഹാനും രുദ്രയും എത്തിക്കഴിഞ്ഞു. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ എത്തിക്കഴിഞ്ഞുന്നോ? അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ ഇത് കാണുന്നില്ലേ യുവരാജ്? ജയ്സിംഗും യുദ്രയും അവസാനം ഇവിടെ തന്നെ എത്തിക്കഴിഞ്ഞു. ഭൂമിയിൽ വെച്ച് അവരുമായി യുദ്ധം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ ഇത് എന്റെ സാമ്രാജ്യമാണ്, എന്റെ സ്ഥലം. ഇവിടെ എന്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം അവർ യുദ്ധം ചെയ്യാൻ. എന്തൊക്കെയായാലും എന്റെ ചതിക്കണയിൽ അവർ പെട്ടുപോകും, പിന്നെ തോറ്റ് പിൻവാങ്ങേണ്ടി വരും. എന്താ നീ എന്ത് പറയുന്നു ഇന്റലിജൻസ്? അത് ഈ ജയ്സിംഗ് ചൗഹാൻ ആരാ? എന്താ നീ ജയ്സിംഗ് ചൗഹാൻ ആരാണെന്നുള്ള കാര്യം മറന്നുപോയോ? അതെന്താ അവന്റെ കാര്യം പറയുമ്പോൾ മാത്രം നിനക്ക് എപ്പോഴും ഈ മറവി ഉണ്ടാവുന്നത്? ആ നിൽക്കുന്ന പ്രതിമ യുവരാജില്ലേ, അവന്റെ അച്ഛനാണ്. ഓ അത് ശരി. പക്ഷേ ഇപ്പോ ഈ പറഞ്ഞ യുവരാജൻ ആരാ? ഓ, യുവരാജ് ജയ്സിംഗിന്റെ മകനല്ലേ? ഓ അത് ശരി, അത് ശരി. അല്ല, പക്ഷെ ഇവര് രണ്ടുപേരും ആരാണ്? നീ ലൂസിയാനന്റെ അനിയനല്ലായിരുന്നെങ്കിലേ ഞാൻ നിന്നെ പണ്ടേ സ്റ്റാച്ചു ആക്കിയേനെ. നീ ആരെയാ സ്റ്റാച്ചു ആക്കാൻ ശ്രമിക്കുന്നത്? ലൂസിയാന, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ ജയ്സിംഗും അവന്റെ പേരക്കുട്ടി രുദ്രയും നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ അവരെ രണ്ടുപേരും സ്റ്റാച്ചു ആക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നോട് ഒരിക്കലും കള്ളം പറയരുത് ലൂസിഫർ. എനിക്കറിയാം നീ എന്റെ സഹോദരൻ ഇന്റലിജൻസിനെ വഴക്ക് പറയായിരുന്നു എന്ന്. പക്ഷെ ഒരു കാര്യം നീ മറക്കണ്ട, ഒരു സമയം അവൻ ഭയങ്കര ഇന്റലിജന്റും ധൈര്യവാനുമായിരുന്നു. ഒരു ആക്രമണത്തിൽ അവന്റെ ഓർമ്മയെല്ലാം നഷ്ടമായി പോയി. എന്റെ സഹോദരനെ ഈ നിലയിലാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. നീ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും പകരം ചോദിക്കും. ഭടന്മാരെ തയ്യാറാകൂ. നിക്ക്, അവരെ അങ്ങനെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നത് ശരിയാവില്ല. എലിയ പൂച്ച കളിപ്പിക്കും, പിന്നെ ഓടിച്ചിട്ട് പിടിക്കും, എന്നിട്ടായിരിക്കും അതിനെ വേട്ടയാടുക. അതുപോലെ നമ്മൾ ജയ്സിംഗിനെയും രുദ്രയെയും കളിപ്പിച്ച് അവസാനിപ്പിക്കും. വരൂ ലൂസിഫർ. കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം. ലൂസിഫറിന്റെ സോൾജിയേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശ, താഴെ കാടാണല്ലോ. നമുക്ക് അവിടെ ചെന്ന് പതിയിരുന്നാലോ? ഒരു പക്ഷെ അവർ നമ്മളുടെ പുറകെ വന്നാൽ നമുക്ക് അവരിൽ ആരെങ്കിലും പിടിച്ചു വെച്ച് ലൂസിഫറിനെ കുറിച്ച് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. ഞാൻ പറയുന്നത്, ഈ അടർന്ന കാടുകളിൽ നമ്മുടെ സോൾജേഴ്സ് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ചിലപ്പോ ഒരു പതുങ്ങിയിരുന്ന് ആക്രമിച്ചാലോ? സുംബാദ, നീ ഒരു സേനാപതിയായിരുന്നിട്ട് പേടിത്തൊണ്ടനായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? Virtual hide bubble creator. അവന്മാർ ഇവിടെ എവിടെയോ പതിങ്ങിരിപ്പുണ്ട്, അത് ഉറപ്പാ. അങ്ങനെ അവന്മാർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ചെന്ന് അവരെ കണ്ടുപിടിക്കുക. ലൂസിയാന, ഒരു സ്ഥലം ബാക്കി വെക്കാതെ ഞങ്ങൾ അവരെ തെരഞ്ഞു കഴിഞ്ഞു, പക്ഷെ അവരെവിടെയുമില്ല. ലൂസിഫർ, അവന്റെ പേര് കേട്ടാൽ പേടി പോലും പേടിക്കും. ഞാൻ കൽപ്പിക്കുന്നു, പുതിയതായൊരു മൃഗമുണ്ടാവട്ടെ. സുംബാദ, ഇതാണ് എലിഫന്റോ ഹോസ്. അവൻ നമ്മളെ സഹായിക്കും. നിനക്കറിയാമല്ലോ,
ലൂസിഫർ വിചാരിച്ചാൽ ഏതൊരു മൃഗത്തെയും ഒന്നാക്കി പുതിയൊരു മൃഗത്തെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നീ എന്തിനാ പേടിക്കുന്നേ? ഗുഡ് ജോബ് എലിഫന്റോറസ്. അപ്പൊ അവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഇനി ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. യെസ്, പേടിക്കണ്ട, മുന്നോട്ട് പോയിക്കോളൂ. എന്റെ അമ്മച്ചേ, ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നമ്മൾ എന്ത് ചെയ്യും രുദ്ര? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഞാൻ വെറുതെ പിടിയില്ല, നോക്കിക്കോ. ഹലോ, ഞാൻ സേനാധിപതി സുംബാദയാണ്. നിനക്ക് സുഖമാണോ കൊച്ചനെ? ഞാൻ ട്രിപ്പ് സേഫ് അല്ല. കുട്ടികൾ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പ്രൊട്ടക്ഷൻ കവചം ക്രിയേറ്റ് ചെയ്യേ. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. ഹലോ ജയ്സിംഗ് ചൗഹാൻ, എന്റെ ഈ ലോകത്തേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളാണ് ഭീരുക്കൾ, ഞാനാണ് ഇവിടുത്തെ ശക്തിശാലിയായ വീരൻ. ലൂസിഫർ, ഞാനിവിടെ യുദ്ധം ചെയ്യാനല്ല വന്നത്. ദയവീത് എന്റെ കുട്ടികളെ വിട്ടേക്ക്. വിട്ടയക്കാനോ? പല വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ്, പിന്നെ എന്റെ കഠിനാധ്വാനം കൊണ്ടാണ് നിങ്ങൾ എനിക്ക് പിടിക്കാൻ പറ്റിയത്. എന്നിട്ട് നിങ്ങളെ വെറുതെ വിടാനോ? ഒരിക്കലും ഇല്ല. നെവർ. ഇനി ഭൂമിയിൽ എന്നോട് ഏറ്റുമുട്ടാൻ ആരും ഉണ്ടാവില്ല. ഇനി ഈ ലോകം ഭരിക്കുന്നത് തന്നെ ഈ ലൂസിഫർ ആണ്. ലൂസിഫറിന്റെ കാര്യത്തിലും അതേ ചതിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചതിയാണ് നിന്റെ അച്ഛനോടും അമ്മയോടും അവൻ ചെയ്തിരിക്കുന്നത്. എന്റെ ശരീരം താഴേക്ക് പോവുകയാണ്. ലൂസിഫർ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല. എന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും വിട്ടേക്ക്. ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം.
ഇവിടുന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ല രുദ്ര. പക്ഷെ നിന്റെ ബ്രെയിൻ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം പാസ് ചെയ്യാനായിട്ട് നിന്റെ ഒപ്പം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ലൂസിയാന ഒരു പസിൽ പറയും. ആ പസിലിൽ നിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള ക്ലൂ ഉണ്ട്. രുദ്ര, ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ ഒരു തവണ മാത്രമേ പറയുള്ളൂ. അത് വെള്ളം പോലെ ഒഴുകും, പക്ഷെ വെള്ളമല്ല. ചില രഹസ്യങ്ങൾ എന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, പക്ഷെ അതൊന്നും കഥയല്ല. എന്റെ പുറകെ വന്ന് നീ ആ കഥ മനസ്സിലാക്കിയാൽ നീ ഒന്നുമില്ലാതായി പോകും. നിനക്ക് ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലും നിന്റെ ജീവൻ നഷ്ടമായി പോകും. ഓൾ ദ ബെസ്റ്റ് രുദ്ര. രുദ്ര, നിനക്ക് സമയം വളരെ കുറവാണ്. ഈ അഗ്നിപർവ്വതം ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. ലൂസിഫർ, ലൂസിഫർ, എന്റെ ഈ പേര് കേട്ടാൽ പേടി പോലും പേടിച്ചു വിറയ്ക്കും. ഇത് ലൂസിഫറിന്റെ കൽപ്പനയാണ്. ലാൻഡ് ഓഫ് നോർവേന്റെ ഫുൾ ഫയർ പവർ ഉടനെ തന്നെ ഭൂമിയിലേക്ക് ചെല്ലട്ടെ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് ലോകം നശിക്കട്ടെ. അയ്യോ, രക്ഷിക്കണേ. ഇനി ഭൂമിയിൽ എല്ലാ സ്ഥലത്തും വോൾക്കാനോ പൊട്ടിത്തെറി ഉണ്ടാകും. ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാകുന്നതിന് മുൻപ് നീ ആ പസിൽ സോൾവ് ചെയ്തിരിക്കണം. കാരണം നീ രക്ഷപ്പെടുത്താൻ പോകുന്നത് നിന്റെ അച്ഛനമ്മയും മാത്രമല്ല, ഈ ഭൂമിയും കൂടിയാണ്. ആഫ്റ്റർ ഓൾ, യു ആർ ദ സൺ ഓഫ് എർത്ത് പ്രൊട്ടക്ടർ. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ക്യൂബ് ക്രിയേറ്റ് ചെയ്യേ. മുത്തശ്ശ, നീ വിഷമിക്കേണ്ട രുദ്ര. നമുക്ക് മുത്തശ്ശനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അതെ രുദ്ര, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ലൂസിയാനയുടെ പസിൽ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ മുത്തശ്ശ മാത്രമല്ല, ലോകമെമ്പാട് അപകടവും. വാ നമുക്ക് മുന്നോട്ട് പോവാം. മാംഗോ, എനിക്ക് കുറച്ച് സമയത്ത് വല്ലാതെ വിശപ്പാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് കഴിക്ക. ഇത് ഏത് തരം ഫ്രൂട്ട്സാ? ഒന്ന് എരിവിന്റെ ഉണ്ട്, മറ്റൊന്ന് ഐസ് കൊണ്ട് ഉണ്ടാക്കിയത്. വെള്ളം പോലെ അത് ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല. അതിനെന്തായിരിക്കും അർത്ഥം? വെള്ളം പോലെ അത് ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല. യെസ്, കിട്ടിപ്പോയി. എന്ത് കിട്ടിയെന്നാ പറയുന്നത് രുദ്ര? പേഴ്സണൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. വെള്ളം പോലെ ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല എന്ന് വെച്ചാൽ ലാവ റിവർ. എന്നിൽ എവിടെയോ രഹസ്യങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട്, പക്ഷെ അതൊന്നും കഥയല്ല. ആ പാരകൾ കാണുന്നില്ലേ? അതിന്റെ പുറകെ എന്തോ ഒരു രഹസ്യം മറിഞ്ഞിരിപ്പുണ്ട്. വാ നമുക്ക് പോവാം. ഒരു പക്ഷെ നമ്മൾ ആ ലാവയിൽ വീണ നമ്മുടെ കഥ അപ്പൊ തന്നെ തീരും. നോക്കൂ കൂട്ടുകാരെ, ഇമ്പോസിബിൾ ഒരു പോസിബിൾ മറിഞ്ഞിരിപ്പുണ്ട്. അതേപോലെ ഈ പാറക്കട്ടിന്റെ പുറകിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം കിട്ടുന്നതായിരിക്കും. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ബോൾ ക്രിയേറ്റോ.
പാറക്കെട്ടിന് പുറകിൽ ഒരു കേവ് ഉണ്ട്. നമ്മൾ ആ ഗുഹയ്ക്കകത്ത് പോണം. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. എങ്ങനെയെങ്കിലും നമ്മൾ ഈ ലാവയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് റോസ്റ്റഡ് ചിക്കൻ എന്തുമാത്രം വേദനിച്ച് കാണുന്നു. രുദ്ര, അതിപ്പോ തകരാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താ ചെയ്യാ പറയേ? കൂട്ടുകാരെ ധൈര്യമായി ഇരിക്കുക. ഈ സ്ഥലം ശരിക്കും വ്യത്യസ്തമായിട്ടുണ്ട്. ദാ കണ്ടില്ലേ, 4 വശത്തും ലാവ നിറഞ്ഞു കിടക്കുന്നുണ്ട്. രുദ്ര, ദാ അവിടെ ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ. നീ അടുത്ത് പോയി ഒന്ന് നോക്ക്. എന്തായിരിക്കും അത്? രുദ്ര, സൂക്ഷിച്ചു. തിരിഞ്ഞു നോക്കാതെ ഓടിക്കാ. അപ്പൊ ക്രിസ്റ്റൽ തന്നെയാണ് ബസ്സിനുള്ള ഉത്തരം. ഈ ബൈസ്കോ പ്രൊട്ടക്ഷൻ കവർ ക്രിയേറ്റോ. ഈ ബൈസ്കോ പ്രൊട്ടക്ഷൻ കവർ ക്രിയേറ്റോ. ഇതിന്റെ അകത്ത് നമ്മുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക് ആവില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ആ ക്രിസ്റ്റൽ നമ്മൾ കയ്യിൽ എടുക്കണം. അച്ഛനും അമ്മയെ രക്ഷിക്കാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. Oh no, Rudra! ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. മാറി മാറി വരുന്ന പ്രശ്നം എപ്പോഴാ ഒന്ന് അവസാനിക്കുക? ക്രോക്കോസോറസ്, നിക്കവിടെ. രുദ്ര, എന്റെ മോനെ. അമ്മേ, വേണ്ട രുദ്ര, അവിടെ നിക്ക്. ഒരുപക്ഷെ നീ എന്നെ തൊട്ടാൽ നീ കത്തി കരിഞ്ഞു പോകും. ഞാൻ ആഗ്രഹിച്ചാൽ പോലും നിന്നെ തൊടാനാകില്ല. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. പ്രിൻസസ് ജെറീന, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രംഗീല,
നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ മകൻ രുദ്രയെ നിങ്ങൾ എല്ലാവരും സംരക്ഷിച്ചതിന് വളരെയധികം നന്ദി. അമ്മേ, അവരിപ്പോ നമ്മുടെ മുത്തശ്ശനെ പിടിച്ചിട്ട് പോയിരിക്കാ. നിന്റെ മുത്തച്ഛനെയും യുവരാജനെയും ഒരുപക്ഷെ ലൂസിഫർ തന്റെ കൊട്ടാരത്തിൽ പിടിച്ചു വച്ചിട്ടുണ്ടാകും. സമയം ഇരുട്ടാറായി. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടണം. വേഗം വരൂ ക്രോക്കോസോറസ്. ഈ കാട് മുഴുവൻ ലൂസിഫറിന്റെ ക്രീച്ചേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് പ്രൊട്ടക്ഷൻ ഷീൽഡ് റെഡിയാക്കാം. നാളത്തെ ദിവസം നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. കുട്ടികളെ വിഷമിക്കേണ്ട. ഈ ഷീൽഡിനുള്ളിൽ ഒരു മൃഗത്തിനും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മേ, അമ്മയും അച്ഛനും നല്ല ധൈര്യശാലികളല്ലേ? പിന്നെ ഇങ്ങനെ ലൂസിഫർ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? മുത്തശ്ശൻ പറഞ്ഞിരുന്നു, അതായത് ലൂസിഫർ എന്നെ പാലസിൽ നിന്ന് പിടിച്ചോണ്ട് വന്നെന്ന്. പിന്നെന്താ അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ പോയത്? അവൻ എന്നെ വിട്ടയച്ചോ അമ്മേ? ഒരു ദിവസം ലൂസിഫർ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതാണ്. എന്നാൽ അവൻ നിന്നെ വോൾക്കാനോയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം യുവരാജ്, യുവറീന, ഒന്നെങ്കിൽ എന്നെ പിടിക്ക് അല്ലെങ്കിൽ രുദ്രനെ രക്ഷിക്ക്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യുവരാജ്, യുവറീന, യുവരാജ്, രുദ്രയെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഇല്ല, യുവരാജ്, യുവറീന, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതെന്താണ് പറ്റിയത്? അച്ഛാ, ആ ലാവ ലേക്കിൽ വീണത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയായിപ്പോയി. ഞങ്ങളുടെ മാജിക്കൽ പവേഴ്സ് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു അച്ഛാ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിലിപ്പോ ലാവ പോലെ ചൂട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ഭൂമിയുടെ മേൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾ രുദ്രയെ നല്ലോണം നോക്കിക്കോളൂ. അവനെ നല്ലോണം പഠിപ്പിച്ച് നല്ല മനുഷ്യനാക്കണം. ഒരു ജീനിയസ് മജീഷ്യനാക്കി മാറ്റണം. അവൻ വലിയവനാകുന്നതുവരെ അവനോട് ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയരുത്. അല്ലെങ്കിൽ അവൻ ഞങ്ങളെ കാണാൻ വാശി പിടിക്കും. ഇനി ഞങ്ങൾ ഭൂമിക്കടിയിൽ പാതാളത്തിരുന്ന് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. ലൂസിഫറിനെ തടഞ്ഞു നിർത്തും. എങ്കിൽ ശരിയച്ചാ, ഞങ്ങൾ പോകുന്നു. നോ, നിൽക്ക്. പിന്നെന്ത് സംഭവിച്ചത്? ഹലോ രുദ്ര. ലൂസിയാന, ഇവരെ തൊട്ട് കളിക്കരുത്. രുദ്ര, നീ അമ്മയെ രക്ഷപ്പെടുത്തി എന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിക്കണ്ട. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നീ നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ അമ്മ വീണ്ടും സ്റ്റാച്യു ആകും. പിന്നെ അവർക്ക് ഒരിക്കലും വീണ്ടും തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ലൂസിഫർ? പറഞ്ഞത് വളരെ ശരിയാണ് ലൂസിയാന. കിങ് ലൂസിഫർ, എർത്തിൽ വൾക്കാനയുടെ പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഓടിക്കോ, തറയിൽ കൂടെ വോൾക്കാനോസ് പൊളിച്ചു വരികയാണ്. ഓടിക്കോ. അയ്യോ, ഓടിക്കോ. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ സൺസിറ്റി അല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഇതുപോലെ ലോകമെമ്പാടും അഗ്നിപർവ്വതങ്ങൾ മുളച്ചു വരികയാണ്. ഞാൻ ഈ ലോകം മൊത്തം അഗ്നിപർവ്വതത്തിലൂടെ എരിച്ച് ചാമ്പലാക്കുന്നതാണ്. നിനക്കത് തടയാൻ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല, കേട്ടോ? അടുത്ത പസിൽ കൊടുക്കൂ ലൂസിയാന. രുദ്രയ്ക്ക് സമയം വളരെ കുറവാണ്, വളരെ കുറവാണ്. എന്നാ ശരി, ഇനി അടുത്ത പസിൽ കേട്ടോളൂ രുദ്ര. നിന്നെ കാണാൻ അതുപോലെ തന്നെയുണ്ട്. ഞാൻ നിന്നെ പിടിച്ചങ്ങ് തിന്നുകയും ചെയ്യും.
അടുത്ത് വന്നാൽ നിനക്ക് മനസ്സിലാകും. ഞാൻ വെവ്വേറെ രൂപങ്ങൾ എടുക്കുന്നുണ്ട്. ഈ കളിയിൽ വിജയിക്കുന്നത് എനിക്ക് കാണണം രുദ്ര. നമുക്ക് കാണാം രുദ്ര. നമ്മളിപ്പോ തന്നെ പസിൽ സോൾവ് ചെയ്തേ പറ്റൂ. നിന്നെ കാണാൻ അതുപോലെ തന്നെയുണ്ട്. നിന്നെ പിടിച്ച് ഞാൻ തിന്നുകയും ചെയ്യും. അടുത്തു വന്നാൽ നിനക്ക് മനസ്സിലാവും. ഞാൻ പല രൂപങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനെന്തായിരിക്കും അർത്ഥം? ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ലുസിയാന പസിലും പറഞ്ഞ് നമ്മളിപ്പോ കുടുക്കിയിരിക്കുകയാണല്ലോ. രുദ്ര, ഇവിടെ സണ്ണിനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ സൺസെറ്റ് ആവുന്നത് കാണാ? ഇവിടെ സണ്ണിനെ കാണാൻ പറ്റുന്നില്ല. എർത്തിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ പ്രകാശരശ്മികൾ വരുന്നത്. എന്നാൽ എർത്തിൽ 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ സൺസെറ്റ് സംഭവിച്ചു. ഇപ്പൊ മണി 4 കഴിഞ്ഞു. ഇനി 2 മണിക്കൂറേ ബാക്കിയുള്ളൂ. രുദ്ര, നീ ആ മൗണ്ടൻ കണ്ടായിരുന്നോ? കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അമ്മേ, നമ്മൾ ലൂസിയാനയുടെ പസിൽ മറക്കരുത്. അവര് പറഞ്ഞത് നീ കാണാൻ അതുപോലെ തന്നെയുണ്ട്. നിന്നെ പിടിച്ച് ഞാൻ അങ്ങ് തിന്നു കളയും. ആ കേവിന്റെ ലൈനിന്റെ മൗത്ത് അതുപോലെയുള്ളത്, നമ്മളെ പിടിച്ച് തിന്നുന്നത് പോലെ. പിന്നെ അടുത്തതായി പസിൽ പറയുന്നത് അടുത്ത് വന്നാൽ നിനക്ക് മനസ്സിലാവും എത്ര രൂപങ്ങളാ ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. എനിക്ക് തോന്നുന്നത് ആ കേവ് കാണാൻ ലാവ പോലെയാ ഉള്ളത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അടുത്ത് ചെന്നാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല രുദ്ര. നിങ്ങൾ ഇവിടെ നിൽക്ക്. ആദ്യം ഞാൻ പോയി ചെക്ക് ചെയ്യാം. പല രൂപങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം കാണാൻ ഇത് ലാവയാണ്. പക്ഷെ ഇത് തണുത്ത വെള്ളമാണ്. ദാ അത് കണ്ടില്ലേ? വെള്ളം ലൈൻ മൗത്തിൽ കൂടി പുറത്തേക്കല്ല, അകത്തേക്കാണ് പോകുന്നത്. ഇത് അപ്സൈഡ് ഡൗൺ റിവർ ആണ്. വെള്ളത്തിൽ വീണ ഇലകൾ കണ്ടില്ലേ? എന്റെ ബോഡിയിലുള്ള ലാവയുടെ ചൂട് ഈ ചിൽഡ് വെള്ളത്തിൽ എന്നെ പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാ പുക വന്നെന്ന്? ഡോണ്ട് വറി അമ്മേ, ഞങ്ങൾ ഈ കേവിനകത്ത് പോവാം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും. മാജിക്കൽ ബബിൾ ക്രിയേറ്റോ. ചേട്ടാ ഇത് പ്രശ്നമായല്ലോ. എന്തൊരു തണുപ്പായ ഇവിടെ. സൂക്ഷിച്ചു പോകൂ കുട്ടികളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. രുദ്ര, നമ്മുടെ ഈ റിവറിൽ ഇനി എത്ര നേരം പോവേണ്ടത്? ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. രുദ്ര, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നിനക്ക് ഇതിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? സോറി ഫ്രണ്ട്സ്, ഈ കേവിനകത്തും നമ്മുടെ മാജിക് വർക്ക്ഔട്ട് ആവുന്നില്ല. ഓ രുദ്ര, ഇനിയിപ്പോ നമ്മുടെ കാര്യം എന്താവും? നമ്മൾ എങ്ങനെയാ പുറത്തിറങ്ങാം? ഈ കവചം പൊട്ടുന്നില്ലല്ലോ. നമ്മള് ശരിക്കും കുടുങ്ങിപ്പോയി. ചേട്ടാ ഇതിപ്പോ പ്രശ്നമായല്ലോ. അതിപ്പോ അതിന്റെ മുട്ടയാണെന്ന് കരുതിയോ? ഈ കവചം തകർന്നു പോകും. ശ്രമിച്ചോണ്ടിരിക്ക.
ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞങ്ങൾ അതിന്റെ കുട്ടികളൊന്നും അല്ലേ. ഇത് നമ്മളെ വളർത്തി വലുതാക്കി ഇവിടുന്ന് പറഞ്ഞയക്കത്തേ ഉള്ളൂ എനിക്ക് തോന്നണ. അയ്യോ ഗൈസ് റെഡി ആയിക്കോളൂ. എന്തിനാ റെഡിയാവേണ്ടത്? അവിടുന്ന് പ്രകാശം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവിടേക്ക് പോണം. ചാടിക്കോ. ആദ്യത്തെ പസിൽ നമ്മൾ ക്രോസ് ചെയ്തപ്പോ നമുക്ക് ക്രിസ്റ്റൽ കിട്ടി. അത് കാരണം അമ്മ പഴയതുപോലെ മാറി. എല്ലാരും അലർട്ട് ആയിട്ടിരിക്കെ. ഒരു പക്ഷെ ഇവിടുന്ന് നമുക്ക് ക്രിസ്റ്റൽ എന്തെങ്കിലും കിട്ടാം. അത് കാരണം അച്ഛൻ നോർമലായി മാറിയാലോ? രുദ്ര, നമ്മൾ ഇത്ര വലിയ സ്ഥലത്ത് എങ്ങനെയാ ചെറിയ ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നത്? ഹലോ രുദ്ര. പസിൽ സോൾവ് ആയി കഴിഞ്ഞു. പക്ഷെ ക്രിസ്റ്റൽ എവിടെയാണ്? എന്റെ അച്ഛൻ എവിടെയാണ്? നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? ഗെയിം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കിങ് ലൂസിഫർ, എർത്തിന്റെ സൗത്തിൽ എല്ലാ ഭാഗത്തും വേൾക്കാരോ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ, അയ്യോ എല്ലാരും അയ്യോ ആ പൊള്ളുന്നേ, അയ്യോ. ഭൂമിയിൽ ജീവിക്കുന്നവർ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അവരെ വിട്ടേക്ക്. അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ഞങ്ങൾക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. 4 വശത്തും ലാർവ നിറങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വേഗാവട്ടെ, നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ലൂസിയാന, അടുത്ത പസിൽ കൊടുക്കൂ. എങ്കിൽ കേൾക്ക്, എന്റെ ഈ കോട്ടയ്ക്കകത്ത് ആർക്കും വരാൻ പോകാം. ആര് കണ്ടാലും അത് അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കും.
പക്ഷേ അതിന്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിപ്പായി അവരെ വിരട്ടി ഓടിക്കും. See you later. Bye bye. രുദ്ര, എന്റെ മോനെ വേഗം ചെയ്യേ. വൈകുന്നേരമാകുന്നു. എന്റെ കയ്യിൽ അധികം സമയമില്ല. ഓ നോ, ഞാൻ വീണ്ടും സ്റ്റാച്ചു ആകാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ല ഇല്ല, ഞാനിപ്പോൾ രുദ്രയെ സഹായിച്ചേ പറ്റൂ. ക്രോക്കോസോറസ്, എന്നെ രുദ്രയുടെ അടുത്തെത്തിക്കൂ. രുദ്ര, അമ്മേ. അമ്മേ, വിഷമിക്കണ്ട. സമയം വളരെ കുറവാ. പക്ഷെ ടൈം അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാരും ഒത്തുകൂടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ആ കരടി ഇപ്പൊ തേൻകൂട് ടാർഗറ്റ് ചെയ്ത് നിക്കുക. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പൊ ആ കരടി ഇവിടുന്ന് ഓടിപ്പിച്ചിട്ട് അവിടെയുള്ള തേനെടുത്ത് കുടിക്കാം. ഇവിടുന്ന് പോ, പോ അവിടുന്ന്. അയ്യോ, കണ്ടോ, ഞാനതിനെ ഓടിപ്പിച്ചു. ഇനി ആ തേന് മൊത്തം എന്റേതാണ്. ഒന്ന് തിരിഞ്ഞു നോക്ക്. റാണി തേനീച്ച, ഈ റംഗീല ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചേ. എന്നെ വിട്ടേക്കണേ. അയ്യോ, സോറി സോറി സോറി. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തില്ലേ. എന്റെ പുറകെത്തിനാ വരുന്നേ. മാജിക് പവർ നിന്നത് ഇതിനെങ്ങനെ സഹായിക്കാം? കൂട്ടുകാരെ, അവിടെ ചെന്ന് പതുങ്ങിയിരിക്കാം. ഒരുവിധം എങ്ങനെയാ രക്ഷപ്പെട്ടു. ആ തേനീച്ചകള് മൊത്തം പടയെടുത്ത് കൊത്താൻ വേണ്ടി വന്നിരിക്കാം. പടയോ? റംഗീല, നിങ്ങളിപ്പോ പടയെന്നല്ലേ പറഞ്ഞത്? യെസ് യെസ്, ആൻസർ കിട്ടിപ്പോയി. എന്റെ കോട്ടയിൽ ആർക്കും വരാനാവില്ല. ഈ തേൻ കൂടാണ് ആ കോട്ട. എല്ലാരും തേൻ കുടിക്കാൻ ആഗ്രഹിക്കും. ഒരുപാട് സിപ്പായികൾ അവരെ ഓടിക്കുന്നു കേട്ടില്ലേ? ഈ തേനീച്ച കൂട്ടമാണ് ആ സിപ്പായികൾ. യെസ് യെസ്, മര വരുൺ, ആ തേനീച്ച കൂടിന്റെ അകത്ത് രഹസ്യമുണ്ട്. ആന്റി, പസിൽ സോൾവ് ആയി കഴിഞ്ഞു. അമ്മേ, അമ്മ അല്പസമയം കൂടി. അമ്മ സ്റ്റാച്ചു ആവാൻ ഞാൻ സമ്മതിക്കില്ല.
അമ്മ ഇല്ല, നിങ്ങൾ വീണ്ടും ഇങ്ങനെ സ്റ്റാച്ചു ആവരുത്. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സോറി അമ്മ, എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ശ്രമിച്ചതാ. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. സോ സാഡ്. രുദ്ര ഒരുപാട് ശ്രമിച്ചിട്ടും അവന്റെ അമ്മയെ പ്രതിമയിൽ നിന്നും വീണ്ടും പഴയ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. പേര് കേട്ടാൽ പേടി പോലും പേടിച്ചു വിറയ്ക്കും. അവനാണ് ലൂസിഫർ. യു ആർ ബാഡ്, വെരി ബാഡ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ചിരിക്കുന്നത് വളരെ മോശമാണ്. വെരി റോങ്. ഇന്റലിജൻസ് ശത്രുക്കളെ നശിപ്പിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല, അത് ശരിയായ കാര്യമാണ്. നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതിന് ഒറ്റ കാരണം അവര് തന്നെയാണ്. ഇന്ന് നമ്മൾ അവരോട് പകരം വീട്ടിയിരിക്കുകയാണ്. വാ, ലെറ്റ്സ് പാർട്ടി. നമുക്ക് ചെന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കാം. ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ. ഇനി ഞാൻ ഈ ബോൾ വെച്ച് എന്ത് ചെയ്യാനാ? അയ്യോ, രുദ്ര, വിശ്വാസം കൈവിടരുത്. ഇപ്പൊ ക്രിസ്റ്റൽ ബോളിൽ നിന്നും റേസ് പുറത്തേക്ക് പോയിരിക്കുക. സമയം ഇനിയും 6 ആയിട്ടില്ല. ഇനി നമുക്ക് ചില സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അതെ രുദ്ര, ഇനി 10 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ധൈര്യം കൈവിടരുത്. പക്ഷെ അമ്മ സ്റ്റാച്ചു ആയി പോയില്ലേ? ലൂസിഫർ പറഞ്ഞതല്ലേ, അമ്മ വീണ്ടും സ്റ്റാച്ചു ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മാറില്ല എന്നല്ലേ പറഞ്ഞേ? ഹലോ യുവരാജ്, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിന്റെ വൈഫായ യുവറീനയുടെ പ്രതിമ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇനിയുള്ള കാലം നിങ്ങൾ പ്രതിമയായി ഒരുമിച്ച് നിൽക്കുന്നതാണ്. ലൂസിഫർ, യുവരാജ് പഴയതുപോലെ മാറിക്കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? യുവരാജ് ഇവിടുന്ന് രക്ഷപ്പെടരുത്. എന്താ ഇത്? അവൻ എല്ലാരും ഇടിച്ച് തകർക്കുകയാണല്ലോ. മെയിൻ ഗേറ്റ് അടച്ചു പൂട്ട്. യേ
ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല Intelligence, ഒന്ന് അടങ്ങിയിരിക്ക്. നിനക്ക് സുഖമാണ് സുഹൃത്തെ? നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. പകുതിയിൽ വിട്ടേച്ചു പോയ ജോലി നമുക്ക് തീർക്കണം. വാ, നമുക്ക് പോവാം. അമ്മേ, I'm sorry അമ്മേ. ഓ ഓ രുദ്ര, ആന്റി പഴയതുപോലെയായി. പുറകോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ നീ കത്തിപ്പോകും. രുദ്ര, എന്റെ മോനെ നീ കരയരുത്. ഇത് കണ്ടോ, നീ എന്നെ പഴയ രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നു. യുവറീന, യുവരാജ്, മോനെ രുദ്ര. അച്ഛാ, വേണ്ട രുദ്ര, അവിടെ തന്നെ നിൽക്ക്. നമ്മൾ തമ്മിൽ കെട്ടിപ്പിടിക്കാൻ നമുക്ക് വിധിയില്ല മോനെ. നിനക്കറിയില്ല, ഞങ്ങൾ രണ്ടുപേരും എത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു, അറിയോ? റംഗില, നീയോ? സുഖമാണോ റംഗില? ആ, അങ്ങനെ ജീവിച്ചു പോന്നു. നിങ്ങളെ മൂന്നുപേരെ ഒരുമിച്ച് കണ്ടപ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി. അച്ഛാ, ഇവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ, മര ആൻഡ് വരുൺ. ഹലോ അങ്കിൾ. ഹലോ കുട്ടികളെ. അച്ഛാ, മുത്തശ്ശൻ ഇപ്പോഴും ലൂസിഫറിന്റെ പിടിയിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷിക്കണം. തീർച്ചയായും അവൻ അച്ഛനെ പാലസിൽ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ക്രോക്കസോറസ്, രുദ്രയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചു പോവും. തയ്യാറായിരിക്കൂ. രുദ്ര, നീ നിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ക്രോക്കസോറസിന്റെ മോളിലിരിക്കൂ. നമ്മൾ സേഫ് ആണ്. അച്ഛാ, അച്ഛനും അമ്മയും വളരെ പവർഫുൾ ആണ്. പിന്നെ ലൂസിഫറും ലൂസിയാനും എങ്ങനെ നിങ്ങളെ സ്റ്റാച്ചു ആക്കി മാറ്റിയത്? ഞങ്ങളെ പറ്റിച്ചു. നിന്റെ മുത്തശ്ശനെ പറ്റിച്ചതുപോലെ അവൻ ഞങ്ങളെയും പറ്റിച്ചു. അവൻ എല്ലാവരും പറ്റിച്ച് ജയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ ഒരിക്കലും നേരിട്ട് അറ്റാക്ക് ചെയ്യാറില്ല. എന്താ ഇത്? ലൂസിഫറിന്റെ കൊട്ടാരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ. അവൻ അവന്റെ കൊട്ടാരം മറച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ അത് കണ്ടെത്താം. ഓ ഓ, അവിടെ ഇടയ്ക്കുള്ളതാണ് അവന്റെ ഹിഡൻ പാലസ്. റിവീലോ. വിരുന്നുകാരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞും തോന്നുന്നു. വാ, നമുക്ക് ചെന്നവരെ വരവേൽക്കാം. ഓഹോ, രുദ്രയും ഫാമിലിയും എത്തിക്കഴിഞ്ഞു അല്ലേ? രുദ്ര, നീ എല്ലാ പസിൽസും സോൾവ് ചെയ്തിട്ട് നിന്റെ അച്ഛനെയും അമ്മയും രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഐ മസ്റ്റ് സേ ഗുഡ് ജോബ്. പക്ഷെ നിനക്ക് ഈ മായ നഗരത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല രുദ്ര. ലൂസിയാന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എന്നാ ശരി,
ഞങ്ങൾ ശബ്ദിക്കില്ല. പക്ഷെ തിരിഞ്ഞു നോക്കി പറയണം, അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. രുദ്ര, നീ അവരെ ഡീൽ ചെയ്യേ. ഞങ്ങൾ ലൂസിഫർ ലൂസിയാനയെ നോക്കിക്കോളാം. ഓക്കെ അമ്മേ. ക്രോക്കോസോറസ്, രുദ്രയെ നോക്കിക്കോ. Crocosaurus! അത് കൊള്ളാം. ആ ബ്ലാക്ക് ക്രോക്കോസോറസിന്റെ കഥ കഴിഞ്ഞു. യഹേ! ആ, അയ്യാ! ഈ സാധനം പെട്ടെന്ന് വെള്ളം വന്നത്. എന്റെ വയറ്റിനകത്തേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ ധൃതിയാണല്ലേ. എന്നാ ശരി, വാ വാ.
അമ്മേ അച്ഛാ! ഓ! ഉം. വേണ്ട ലൂസിഫർ, ഇത് തീക്കളിയായി മാറും. പെട്ടെന്ന് എന്റെ പവറിന് എന്താ പറ്റിയത്? ഇപ്പൊ നിന്റെ എല്ലാ പവറും എന്റേതായി കഴിഞ്ഞു രുദ്ര. നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കാർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മുത്തശ്ശൻ, ഞാൻ എവിടെ ചെന്നാലും അതെന്റെ സാമ്രാജ്യമാക്കി മാറ്റും. I am the one and only Queen Luciana. നിങ്ങൾ വെറുതെയാണ് നിങ്ങളുടെ പവർ വേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതകാലം മുഴുവനുള്ള ഒരു ശിക്ഷ നൽകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ ഓരോരാളെയും ഞങ്ങൾ കൊന്നിരിക്കും. തൽക്കാലം നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ? ഷോന്റെ പേരാണ് ഭൂമിയുടെ കഷ്ടകാലം, ഞങ്ങൾക്ക് വസന്തകാലം. ഇന്റലിജൻസ്, എന്റെ സഹോദര, നീ ഇത് കണ്ടോ? നമ്മുടെ ശത്രുക്കളെ ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരാണ് നിന്റെ ശത്രുക്കൾ. ഇവർ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അവരെ വിട്ടയക്കേ. അവരെ തിരിച്ചും അവരുടെ പാലസിലേക്ക് പോകാൻ അനുവദിക്കേ. നമ്മുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലോ. പിന്നെ മറ്റുള്ളതിനെ കുറിച്ച് എന്തിനാണ് ആലോചിക്കണത്? എനിക്ക് ഇന്ന് വരെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. നീ താമസിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എന്റെ പാലസ് എന്നാണ്. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് ജയ്സിംഗും അവന്റെ കുടുംബത്തിനുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ യുവറേനിയുടെ എല്ലാ കാര്യങ്ങളും നീയാണോ യുവരാജന് പറയുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാദി നീയാണല്ലേ? അതല്ല കാര്യം. ഞാനിതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. രുദ്രയ്ക്ക് എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇവിടം വരെ എത്താൻ കഴിയുമെങ്കിൽ അപ്പൊ ഈ ഡൂമിൽ നിന്ന് പുറത്തു വരുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. എടാ ദ്രോഹി, നിന്റെ നിർദ്ദേശവും ഉപദേശവും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇവരെ വിട്ടയക്കുന്ന പ്രശ്നമില്ല. രുദ്ര, നിന്റെ സിറ്റിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇനി നിനക്ക് അതിനെയും രക്ഷിക്കാനാവില്ല. നിനക്ക് സ്വയം രക്ഷപ്പെടാനും ആവില്ല. ലൂസിയാന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞങ്ങളെ
രക്ഷിക്കുക രക്ഷിക്കുക. സുബാല, ഞങ്ങളെ രക്ഷിക്കുക. വെരി സ്മാർട്ട് രുദ്ര. പക്ഷെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഞങ്ങൾക്ക് ഇവിടുന്ന് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോകാം. Ibaiska, Zibaiska. Boom, shake, shake, boom. ഞങ്ങൾ തുറന്നു വിട്. Ibaiska, Zibaiska, normalistico. Mutasha. ലൂസിയാന, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയുണ്ടായി, രുദ്രയും അവന്റെ ഫാമിലിയും വിട്ടയക്കെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. എനിക്കത് ഓർക്കുമ്പോ ദുഃഖമുണ്ട്. എനിക്ക് എന്റെ കിങ്ങിനും ക്യൂനിനും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സഹായോ? അതും നിന്നെ പോലെ ഒരു ദ്രോഹിന്റെ അടുത്തുനിന്ന്? ദ്രോഹത്തെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സുംബാദ, എന്നെ തേടി വന്ന് മുന്നറിയിപ്പ് ആ ജോക്കർ നീയായിരുന്നോ? പറയൂ സുംബാദ. കാരണം ഞാൻ ഇന്ന് വലിയൊരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ജയ്സിംഗ് സാറേ, ഞാനല്ല അന്ന് വന്ന ജോക്കർ. പക്ഷെ ഒരു കാര്യം, ഞാൻ ആ ജോക്കറിനെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എന്നാൽ പരിചയപ്പെടുത്ത്. ജോക്കർ പല വർഷങ്ങളായി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ലൂസിഫറിന്റെ ഓരോ പ്ലാനിനെ കുറിച്ചും എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. അതുകൊണ്ട് ലൂസിഫർക്ക് ഇന്ന് വരെ ഭൂമി ആക്രമിക്കാനോ ഭരിക്കാനോ പറ്റിയിട്ടില്ല. ആരാണ് ആ ജോക്കർ? ദയവിത് അവനെ ഇങ്ങോട്ട് വിളിക്കേ. ജോക്കർ, പ്ലീസ് മുന്നോട്ട് വാ. ഇന്റലിജൻസോ? ഇന്റലിജൻസോ? ഇന്റലിജൻസ് നീയോ? അതെ, ഞാൻ തന്നെ. ഇന്റലിജൻസ് സുംബാദ ചെയ്ത കാര്യം പോട്ടെന്ന് വെക്കാം. പക്ഷെ നീ നിന്റെ ചേച്ചിയുടെ ആളിന്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അഭിനയിച്ചത് എന്തിനായിരുന്നു? കാരണം നിന്റെ ഈ മോശങ്ങളായ ഒരു പ്ലാനിലൊന്നും ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര വലിയ എംപയർ ഉണ്ടായിട്ടും നിങ്ങൾ ഭൂമിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നേ? മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കൂ. ഇന്റലിജൻസ്, നീ ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ ഒരു യോഗ്യതയും നിനക്കില്ല. നമ്മളുടെ ആളുകൾ തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുമ്പോ നമ്മളുടെ ആളുകൾ തന്നെയാണ് അവരെ മനസ്സിലാപ്പിക്കേണ്ടത്. ഇന്റലിജൻസ്, നീ സ്വന്തം ബന്ധുക്കൾ നോക്കാതെ ഞങ്ങളെ സഹായിച്ചു. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നീ ലാൻഡ് ഓഫ് നോവെയറിന്റെ ബെസ്റ്റ് കിങ് ആയിരിക്കും. ഇന്റലിജൻസ്, നിന്നെ ഞാൻ ഈ നോവെയർ ലാൻഡിന്റെ രാജാവായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനമായി നീ ഇവിടം ഭരിക്കണം. താങ്ക് യു ജയസിംഗ് ജി. രുദ്ര, ഞാൻ നിനക്കും നിന്റെ ടോട്ടൽ ഫാമിലിയോടും പിന്നെ ലൂസിഫറും ലൂസിയാനന്റെ ഭാഗത്തുനിന്ന് ഞാൻ വലിയ സോറി പറയുന്നു. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, ഇനി ഭൂമിക്ക് ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ എല്ലാ വോൾക്കാനോസും എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ മുകളിൽ ഒരു പ്രശ്നവുമില്ല. സോൾജേഴ്സ്, ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യൂ. ഞാൻ തോറ്റു എന്ന് വിചാരിക്കേണ്ട രുദ്ര. ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങൾ എല്ലാവരും ഇല്ലാതാക്കുന്നതാണ്. താങ്ക് യു ഇന്റലിജൻസ്. നിങ്ങൾ സൈലന്റ് ഫ്രണ്ട് ആയിട്ട് ഇരുന്നിട്ട് എന്റെ അച്ഛനെയും അമ്മയെ എനിക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛാ, ഈ വേൾഡിൽ നിന്ന് മുകളിലുള്ള റിയൽ വേൾഡിലേക്ക് പോവാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ.
ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളൂ. രുദ്ര എന്റെ മോനെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സേഫ് ആയതിൽ. എന്നാൽ നിന്നെ പിരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്ക് നിന്നെ നെഞ്ചോട് ചേർത്ത് തഴുകാൻ പറ്റിയിരുന്നെങ്കിൽ. യുവ്രേന, അത് സാധ്യമല്ല. അതുകൊണ്ട് അത് ഒന്നിനും ആഗ്രഹിക്കല്ലേ. അല്ല, ഇത്രയും സന്തോഷം നിറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് ദുഃഖിക്കുന്നത്? യുവരാജ് നിങ്ങൾക്ക് രുദ്രയെ ആലിംഗനം ചെയ്യും. എന്റെ ഗവേഷണത്തിന് അത്രയ്ക്ക് പവർ ഉണ്ട്. ചില സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾക്കുള്ളിലുള്ള ലാവ് അടിച്ചൂടെ കുറച്ചു നേരത്തേക്ക് എന്റെ ഉള്ളിലേക്ക് പിടിച്ചെടുത്താൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും കൈനീട്ടു. രുദ്ര രുദ്ര അമ്മേ, അച്ഛാ. എന്റെ മോനെ, നീ ഇപ്പൊ മാറി നിന്നേ പറ്റൂ. മുത്തശ്ശന്റെ ബോഡിയിൽ നിന്ന് ഫ്ലെയിംസ് വരുന്നത് കണ്ടാ? ഇവർക്കെല്ലാവർക്കും ഭൂമിയുടെ അപ്പുറത്ത് പോവേണ്ടതാണ്. ആ രഹസ്യ വാതിൽ തുറക്കട്ടെ. ഇവർ നമ്മുടെ ആളുകളാണ്, മറ്റവരല്ല. അവർക്ക് ഒരു പ്രശ്നമില്ലാതെ സേഫായി അവിടെ എത്തിക്കണം. അമ്മേ, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കാതിരിക്കണം. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും മോനെ, നീ നിന്നെയും മുത്തശ്ശിനെയും നന്നായി നോക്കണം കേട്ടോ. ഓക്കെ അമ്മേ, ഓക്കെ അച്ഛാ. അങ്ങനെ ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷ. എത്രയും പെട്ടെന്ന് നമ്മള് പാലസിലേക്ക് പോയി കഴിഞ്ഞാലേ എന്റെ കൈകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലാവ കേക്ക് ഉണ്ടാക്കി തരാം. വേണ്ട, ലാവ കേക്കോ? അത് വേണ്ട.